ഹലോ ഗൈസ്, അപ്പോൾ ഒന്ന് വെള്ളിയാഴ്ചയാണ്. ആദ്യം പള്ളിക്ക് പോകണം. പള്ളിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വന്നിട്ട് വേണം, കുറേ പരിപാടികളുണ്ട്. ഏതായാലും ഞങ്ങൾ ചെക്കന്മാരൊക്കെ എത്തി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പള്ളിൻ്റെ അവിടെ എത്തി അകത്തി ഇറക്കുമ്പോൾ ഏകദേശം കാലിയാണ്. എല്ലാവരും എത്തി തുടങ്ങുള്ളൂ. അങ്ങനെ പുറത്തേക്ക് എത്തിയ സംസാരം കാര്യങ്ങളൊക്കെ. ഇന്ന് കുറേ പരിപാടി ഉണ്ട്. ചങ്ങായിൻ്റെ റൂമിലൊരു ചെറിയ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ ഇവിടെ കുറേ നേരം നിന്നൊന്നുമില്ല. നേരെ ചങ്ങായിൻ്റെ റൂമിലെത്തി. ഇത് അവിടുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അവിടുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾക്ക് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോകണം. ഏതായാലും ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അവിടുന്ന് നേരെ കഴിഞ്ഞിറങ്ങി. ഈ ഭാഗം കണ്ടാൽ ഞങ്ങൾക്ക് മനസ്സിലാവും എന്തെടുക്കാനാണെന്ന്. ഈ വീഡിയോ കുറച്ച് പഴയതാണ്. അതിൻ്റെ ഇടയിൽ കമ്പനിയിൽ നിന്ന് പെട്ടെന്ന് ഒരു കോൾ വന്ന് നമ്മൾ ചെക്കുണ്ടായിരുന്നു. ഓലോനെ റൂമിൻ്റെ അവിടെ ഡ്രോപ്പ് ചെയ്ത് ഞാൻ ഏതായാലും എയർപോർട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പോയി വന്നിട്ടാണ് നമുക്ക് തിരിച്ച് വന്നിട്ട് 11 മണിക്ക് ഞാൻ പ്രണവ് മോഹൻലാലിന്റെ പ്രേതപടത്തിന് ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്തെല്ലാം സ്വപ്നങ്ങളാണെന്ന്. ഒരുപാട് പരിപാടി. മൂഞ്ചി തെറ്റിപ്പെടാത്ത എയർപോർട്ടിൽ 3 വണ്ടി റെഡി ആയിക്കണു. കമ്പനിയിൽ നിന്ന് പെട്ടെന്ന് വിളിക്കണു, വരുന്നു, ലോഡാക്കണു. എന്തായാലും പടം കിട്ടുമോന്ന് അറിയില്ല. 11 മണിക്ക് പടത്തിന് ബുക്ക് ചെയ്തിക്കണു. അതെങ്കിലും കിട്ടിയാൽ മതി. അങ്ങനെ ഏതായാലും എയർപോർട്ടിന്റെ പുറത്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ അതിന് പേപ്പറും കാര്യങ്ങളൊക്കെ കിട്ടി. അകത്തേറിയപ്പോൾ ഒരേ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ മണിക്കൂറോളം നീണ്ടുപോയി. ഏകദേശം 4 മണിക്കൂർ ഇപ്പം തന്നെ കഴിഞ്ഞ്. ഏകദേശം സാധനം പുറത്തേക്ക് ഇറങ്ങി. ലോഡിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് വേണം ഇത് കഴിഞ്ഞിട്ട് എക്സ്റേ എടുക്കാൻ. മെഷീനറീസ് ആയതുകൊണ്ട് എക്സ്റേ മസ്റ്റാണ്. അങ്ങനെ എക്സ്റേയും കാര്യങ്ങളൊക്കെ എടുത്ത് കസ്റ്റംസ് എത്തിയിട്ടില്ല. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഒരു സൈൻ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും ഇങ്ങോട്ട് തന്നെ വന്ന് പടം മൂഞ്ചി എല്ലാം മൂഞ്ചി. സമയം എത്രയായി അഫ്സലെ? 12 മണി. 1 മണിക്കത്തെ ഷോക്ക് രണ്ടാമത് ബുക്ക് ചെയ്യേണ്ടി വരും. ഏതായാലും 2 ടിക്കറ്റിന്റെ പൈസ പോയി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടാ പുറത്തേക്ക് ചാടി. ഏതായാലും നേരെ ദമാം പോകണം. സമയം ഏകദേശം 1 മണി ആയിക്കണു. അപ്പോൾ നേരെ ഇനിയിപ്പോൾ കൂഫി പോകണം. അപ്പോൾ ഒരു വണ്ടി അവിടെ സൈഡാക്കി ഞങ്ങൾ കൂഫിക്ക് ഇതെങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് ഒരു ബ്രോസ്റ്റും ഒരു ബർഗർ ഓർഡർ ചെയ്ത് ഇങ്ങനെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേനും ചെക്കന്മാർ പടം കഴിഞ്ഞ് ഏകദേശം വരാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരെ വിളിച്ചിട്ട് പറഞ്ഞു മൗണ്ടൻ പാർക്കിലൊന്ന് വരണം, കാണണം. ഓരോ കാത്താണ് ഇങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. ജസ്റ്റ് ഒന്ന് കണ്ടില്ലെങ്കിൽ എന്തോ ഒരു പോലെയാണ്. ഏതായാലും എല്ലാവരും എത്തി. കുറച്ച് നേരം ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്നു. 1.5 മണിക്കൂറോളം ഇങ്ങനെ വർത്താനം പറഞ്ഞൊക്കെ ഇരുന്ന് നേരെ എല്ലാ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ റൂമിക്ക്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് രാവിലെ 8 മണിയാകുമ്പോൾ കമ്പനിയിൽ എത്തണം. അപ്പോൾ ഓക്കെ ബൈ. അടുത്ത എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോയിൽ കാണാം.